നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു കൊച്ചു സഹോദരിയെയാണ് ഇന്ന് ഞങ്ങൾ JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. സ്വന്തം വൈകല്യത്തെ മറികടന്നുകൊണ്ട് സംഗീതത്തിൽ വിസ്മയങ്ങൾ തീർത്ത, തൻ്റെ അകക്കണ്ണുകൊണ്ട് സംഗീതത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. വിജയലക്ഷ്മി എന്തായാലും ഇങ്ങനെ അടങ്ങിയിരിക്കണം, വളരെ ഒരു സാധു കുട്ടിയെ പോലെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ കൂട്ടുകാർ വിജയലക്ഷ്മിയെ വിളിച്ചിട്ട് എന്തായിരുന്നറിയാം? പോരുകോഴി. ഇപ്പോഴും പോരുണ്ടല്ലേ? ആരോട് ഏറ്റവും കൂടുതൽ പോരെടുക്കണം, അച്ഛനോടോ അമ്മയോടോ? അല്ലല്ല, അച്ഛനോടും അമ്മയോടും ഒന്നുമില്ല. പിന്നെ ഈ മുറ്റ ആൾക്കാരുണ്ട്, ചില ഭയങ്കര സാധനങ്ങളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ പോരെടുക്കുള്ളൂ. അല്ലാത്തവരോട് ഞാൻ മര്യാദ പാവം. ഞാൻ പോരുകോഴി എന്നുള്ള പേര് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ടോ? ഉണ്ട്, അമ്മായി വിളിക്കുന്നുണ്ട്. അമ്മായി വിളിക്കുന്നുണ്ട്. അമ്മായി ഒരു സാധനമാണല്ലേ? അമ്മായി കുഴപ്പമൊന്നുമില്ല. അമ്മായി കുഴപ്പമില്ല. അമ്മായി നല്ല അമ്മായി, നല്ല അമ്മായിയാണ്. അടിപൊളി. അപ്പൊ ഏതാ നല്ലതല്ലാത്ത അമ്മായി? നല്ലതല്ലാത്തതാ. നല്ലതല്ലാത്ത ടീച്ചർമാരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ച കുട്ടിയല്ലേ ഇത്? നല്ലതല്ലാത്ത അമ്മായി ആരും ഇല്ല. എന്നറിയോ, സ്കൂളിലൊരു ഭയങ്കര ഒരു ഏതമ്മായിയാ പറഞ്ഞു നല്ലമ്മായി എന്ന് പറഞ്ഞേ? ലത എന്ന് പറഞ്ഞ അമ്മായി ഉണ്ട്. ഓ, ഞാൻ വിചാരിച്ച അമ്മായിയുടെ പേര് നല്ലമ്മായി എന്നാ വിചാരിച്ചേ. ഒരു അമ്മായി വരട്ടെ. എൻ്റെ മോളുടെ ഗുരുവായിരുന്നു. ഇപ്പോൾ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞവൾ പോയി. പക്ഷേ ഇപ്പോഴും ഞാനും വിജയും തമ്മിലുള്ള ബന്ധം ഒരമ്മയും മകളും പോലെ തന്നെയാണ്. വിജയുടെ ഉയർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. സെല്ലുലോയിഡിൻ്റെ റെക്കോർഡിങ്ങിനാണെങ്കിലും നടൻ്റെ റെക്കോർഡിങ്ങിനാണെങ്കിലും ഞാനും വിജിയുടെ കൂടെ ഉണ്ടായിരുന്നു. വിജി ഏത് പ്രോഗ്രാമിന് പോയാലും എന്നെ വിളിക്കും. പണ്ട് മുതലേ അങ്ങനെയാണ്. എന്ത് പ്രോഗ്രാമിന് പോകണം, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ പോകാറില്ല. പക്ഷേ വിജിയുടെ ആ ഉയർച്ചയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ചെറുപ്പം മുതലേ വിജിക്ക് എന്തൊരു കഴിവാണെന്ന് പറയാനറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതാർക്കും അതിശയോക്തിയായിട്ട് തോന്നുമായിരിക്കും. സാക്ഷാൽ സരസ്വതി ദേവി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു ദേവിയുടെ ഒരു അവതാരം തന്നെയാണ് വിജി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സരസ്വതി, എന്തോ ഇപ്പൊ ഈ കേട്ട ശബ്ദം ആരുടെയാണെന്നറിയാലോ? നമ്മളെ ഗിരിജാമ്മയാണ്. ഗിരിജാമ്മ പറഞ്ഞപ്പോ ഇടയ്ക്ക് കരച്ചിലൊക്കെ വന്നു, അത് കണ്ടില്ലല്ലോ? അത് ഞാൻ കേട്ടായിരുന്നല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ചിരിക്കുകയാണോ ചെയ്യുന്നുണ്ട്? ആ കരച്ചിൽ കേൾക്കുമ്പോൾ ചിരിക്കുകയാണോ ചെയ്തത്? പക്ഷെ ഇതുപോലെ ഒരുപാട് ഗിരിജാമ്മമാര് വിജയലക്ഷ്മിക്കുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഒരു പക്ഷേ മലയാള സംഗീതത്തിൽ വിജയലക്ഷ്മി നേടിയിരിക്കുന്ന വിജയം കാരണം സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം ലഭിക്കുന്നുണ്ട്. വിജയലക്ഷ്മി ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്റ്റാറാണ്. ഗ്ലാമറൊക്കെ ഉള്ള ആളാണ്. ആ, ഒരു താങ്ക് യു ഒന്നും പറയുന്നില്ലല്ലോ. ആ, ശരി. ഈ ഒരു പദവിയിൽ എത്തുമെന്ന് വിജയലക്ഷ്മി ചിന്തിച്ചിരുന്നു? ഇല്ല കേട്ടോ, തീർച്ചയായിട്ടും ചിന്തിച്ചിരുന്നില്ല. കാരണം അച്ഛനും അമ്മയും എപ്പോഴും പറയും, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, സാധകം ചെയ്യുക, സംഗീതം ഒരു കഠിന തപസ്യയായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഫലം, നല്ല ഫലം ദൈവം അതിൻ്റെ തരേണ്ട സമയത്ത് തന്നിരിക്കും എന്ന് കുറച്ച് ആത്മവിശ്വാസം എനിക്ക് നൽകി. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അത് ലഭിക്കുകയും ചെയ്തു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇത്രയും വലിയ വിജയം വിജയലക്ഷ്മി കരസ്ഥമാക്കുമെന്നും തൻ്റെ പാട്ടുകൾ എല്ലാവരും മൂളി നടക്കുമെന്നും വിജയലക്ഷ്മി എന്നെങ്കിലും ധരിച്ചിരുന്നോ? ഇല്ല, ധരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ പാട്ട് പിടിച്ച വിജയലക്ഷ്മിക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ ഒരുപാട് കാതങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവായിരിക്കാം ഈ ഒരു അംഗീകാരം ലഭിക്കാൻ കാരണമായി. എപ്പോഴെങ്കിലും ഒരു തളർച്ച അനുഭവിച്ചോ? ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെയാ മറ്റുള്ളവർക്ക് പറ്റുന്ന എനിക്ക് പറ്റുമോ? അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മനസ്സും മടുത്തു, ചിലപ്പോഴൊക്കെ. അപ്പോൾ അച്ഛനും അമ്മയും സമാധാനിപ്പിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, വിജയ്ക്ക് കിട്ടിയേക്കുന്ന കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ, അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം, ഞങ്ങൾക്കൊക്കെ എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്. അമ്മയും അച്ഛനും ഒരുപോലെ പരിലാളിച്ചു. അതെ, ഏക സന്താനം. തീർച്ചയായിട്ടും. അതെ, ഒരുപാട് സ്നേഹം തോന്നുന്നു. അതെ, അമ്മയോടും അച്ഛനോടും കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ കൊച്ചിലെ ഒരുപാട് കുരുത്തക്കേട് കാണിച്ചോ? കാണിച്ചിട്ടുണ്ട്.
പഠിച്ചോ? ആ എന്നാലും അമ്മയ്ക്കും അച്ഛനും സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം, അത് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പറ്റിപ്പോയത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ സ്നേഹത്തിലാണ് ഈ വിജയലക്ഷ്മി വളർന്നത്. അതെ. വരട്ടെ, ഇതാരാന്ന് നോക്കിക്കോളൂ. ആ വിജയലക്ഷ്മി ജനിച്ചത് പിന്നെ വിജയദശമി നാളിലാണ്. അതാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്. ഞങ്ങൾ വിജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ ഒരു 1.5-2 വയസ്സിൽ സിനിമയിൽ കാസറ്റൊക്കെ ഇട്ട് സിന്ധു ഭൈരവി സിനിമയിലെ പാട്ടൊക്കെ പാടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിജയലക്ഷ്മിയുടെ കഴിവ് കണ്ടുപിടിച്ചിട്ട് അത് നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റി. പിന്നെ കണ്ണ് കാണാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് ഞങ്ങളത് മറക്കുകയാണ്. പിന്നെ തമാശയൊക്കെ ചിലവർ പറയുമ്പോൾ അത് വിജിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ വിഷമിക്കും. സിന്ധു ഭൈരവിയിലെ പാട്ടുകളാണ് വിജി ആദ്യം പാടി തുടങ്ങിയത്. അതെ അല്ലേ? അതെ. ആ പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. പിടിക്കേ, നമുക്കൊന്ന് തുടങ്ങാം. നരുവരി ഓർമ്മയുള്ളൂ കേട്ടോ. ആ വരട്ടെ, വരുന്നിടത്ത് മുഴുവൻ വരട്ടെ. താങ്ക് യു. വളരെ നന്നായിരിക്കണം വിജി. താങ്ക് യു. ഇത് എത്ര വയസ്സിലാണ് പാടി തുടങ്ങിയത്? 1.5 വയസ്സ്. 1.5 വയസ്സിൽ വിജി പാടി തുടങ്ങിയ പാട്ടാണിത്. അതെ, ചെന്നൈയിൽ വെച്ചായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു. അതെ. വിജയുടെ പാട്ടിൻ്റെ ഈ സിദ്ധി അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു. അതെ. ഒരുപക്ഷെ അവരുടെ തിരിച്ചറിവിലാണ് വിജി വളർന്നത്. അതെ, തീർച്ചയായിട്ടും. അവരൊന്നും മുഖം തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ അതെ, ഇങ്ങനെ ആവാൻ പറ്റത്തില്ലായിരുന്നു. വിജി എൻ്റെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. ഇല്ല, ശരിയാ. ഒരുപക്ഷെ വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി ആകില്ലായിരുന്നു. അതെ. വൈക്കം വിജയലക്ഷ്മി കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗായികയാകില്ലായിരുന്നു. അത്ഭുതമല്ലേ വിജയലക്ഷ്മി? തീർച്ചയായിട്ടും, വളരെ അത്ഭുതം തന്നെ. ഈ അച്ഛനെയും അമ്മയും എപ്പോഴും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അമ്മ വന്നു, ഇനി ആരാ വരേണ്ടത്? ഇനി അമ്മ വന്നു, അടുത്തത് ആരാണ്? അച്ഛൻ വരേണ്ടത്. അച്ഛൻ വരട്ടെ. വരട്ടെ. വീട്ടിലായാലും ശരി, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും അമ്മയെ സഹായിക്കുകയൊക്കെ ചെയ്യും. മറ്റേ കറി വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ അച്ചിങ്ങയായാലും എന്തൊക്കെയായാലും ഇങ്ങനെ ഒടിച്ചു കൊടുക്കും. പിന്നെ ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ വീട്ടിൽ ചെയ്യും. വീട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പാട്ട് കേട്ട സംഗീതമാണ് വിജയലക്ഷ്മിയുടെ മെയിനായിട്ടുള്ള ഇത്. അച്ഛൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞപ്പോ കുസൃതിയൊക്കെ നിർത്തിയിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പണ്ട് ഭയങ്കര കുസൃതിയായിരുന്നല്ലേ? അതെ. ഇപ്പൊ എത്രയോ ഭേദമല്ലേ. എന്നാലും അച്ഛൻ ആ കുസൃതി തരത്തിന് ഒരു അടിവരയിട്ടിട്ടുണ്ട്. ഉണ്ട്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. നന്നായിട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെയൊക്കെ നന്നായിട്ട് ശരിപ്പെടുത്താനുള്ള ഒരു കഴിവ് വിജയലക്ഷ്മിക്കുണ്ടല്ലേ? വിജയലക്ഷ്മിയുടെ കൂടെ പഠിച്ച പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിജയലക്ഷ്മിയെ തോപ്പിക്കാൻ പറ്റില്ല. ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല കേമിയായിരുന്നു. ചില ടീച്ചർമാരൊക്കെ ഓർമ്മയുണ്ടോ? ഏതൊക്കെ ടീച്ചറെ ഓർമ്മയുള്ളത്? നല്ല ടീച്ചർമാർ. എനിക്ക് 2 പേരെ ഓർമ്മയുണ്ട്, വിജയലക്ഷ്മിയുടെ 2 ടീച്ചർമാരെ. ആ 2 ടീച്ചർമാരും ഇതാ ഗാനഗോകുലം. ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീടാണ്. പിന്നീട് പല സ്ഥലങ്ങളിൽ വിജയലക്ഷ്മിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലേക്ക് വരുമ്പോൾ 2 ടീച്ചർമാരോട് ഞാൻ സംസാരിച്ചു. ആ 2 പേരും പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയലക്ഷ്മി അന്ന് തന്ന പിച്ചിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ലായിരുന്നു. അത് ശരിയാണ്. ഏത് ടീച്ചറായിരിക്കും അത്? ബീനയാണോ? ബീന. ഇതാ സ്കൂളാണ് കേട്ടോ. നമ്മുടെ സ്കൂളിന്റെ ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല പിച്ചാണ് കൊടുത്ത ടീച്ചർക്ക്. അതെ, അത് എന്നെ പിച്ചപ്പോ എനിക്ക് അങ്ങോട്ട്, എനിക്ക് പണ്ട് വേദന എടുത്തു കഴിഞ്ഞാൽ വട്ടായി പോകുന്നു. ഒരു തിരിച്ചങ്ങോട്ട് കൊടുത്തു. അത് ഇതുവരെ മറന്നിട്ടില്ല. അയ്യോ, ആലീസ് ടീച്ചറും മറന്നിട്ടില്ല. ആലീസ് ടീച്ചർ ഓർമ്മയുണ്ടോ? ഉണ്ട്. ടീച്ചർ ഇച്ചിരി എന്താണെന്നറിയോ, ഇച്ചിരി ഗെയിമിയായിരുന്നു. ഇച്ചിരി ഗെയിമിയായിരുന്നു. അന്നേരം ഉറക്കപ്പരടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടിക്കളിക്കണം. എൻ്റെ അടുത്ത് ചാടാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇത്രയും ഉറക്കാൻ പറയാൻ പറ്റില്ല, എനിക്ക് കൂടുതൽ ഉറക്കാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ടീച്ചർക്ക് ചോദിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ടീച്ചർമാര് വിജയലക്ഷ്മിയെ ലാളിക്കുകയും ചെയ്തു. അതെ. വിജയലക്ഷ്മിക്ക് ഒരു കുറവ് ഇല്ല എന്നും യഥാർത്ഥത്തിൽ അധികമാണുള്ളതെന്നും അവർ കരുതി. മറ്റുള്ള വിദ്യാർത്ഥികൾക്കില്ലാത്തൊരു സിദ്ധി, നല്ലൊരു ശബ്ദവിന്യാസം. വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൻ്റെ തനതായിട്ടുള്ള മാധുര്യം, അതിൻ്റെ ഒരു മൂല്യം പലരും തിരിച്ചറിഞ്ഞു. അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു. കൂടാതെ ആദ്യം ആരാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു കരുത്തിനെ? അച്ഛനും അമ്മയും കൂടാതെ ദാസേട്ടനാണ്. 6-ാമത്തെ വയസ്സിൽ ഗുരുദക്ഷിണ സമർപ്പിച്ചു. ഗുരുദക്ഷിണ വെച്ചു.
അന്ന് ദാസേട്ടന് മുമ്പിൽ പാടിയൊരു പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. ദാസേട്ടൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഈ കൊച്ചു പെൺകുട്ടിയിൽ നിന്നാണ് ഈ ശബ്ദമാധുര്യം വരുന്നതെന്ന്. 10 മിനിറ്റോ 20 മിനിറ്റോ അനുവദിച്ച ദാസേട്ടൻ എത്ര സമയം ചെലവഴിച്ചു? 2 മണിക്കൂർ. 2 മണിക്കൂർ. മഹാഭാഗ്യല്ലേ. അന്നു മുതൽ ദാസേട്ടൻ്റെ ഇഷ്ടപുത്രിയാണ് വിജയലക്ഷ്മി. അതെ അതെ, എൻ്റെ മാനസഗുരു ഇപ്പോഴും അതെ. ദക്ഷിണ വെച്ചു. അതെ. അന്ന് വിജയലക്ഷ്മിക്ക് തോന്നിയോ ഒരുപക്ഷെ വിജയലക്ഷ്മി വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടാൻ പോവുകയാണ്? ദാസേട്ടനെ പോലെ ഒരാളുടെ ഒരു അപ്പോൾ തോന്നിയിരുന്നു. ആ ഒരു വൈബ് കിട്ടി. അതെ. ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. പാസ് ചെയ്തു. എന്ത് സുഖമായിരുന്നു. ഇന്നും ആ നിമിഷങ്ങളൊക്കെ വിജയലക്ഷ്മി ഓർക്കുന്നുണ്ട്? ഓർക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. ഒരിക്കലും മറക്കാൻ പറ്റൂല. ദാസേട്ടൻ എന്തൊക്കെ പറഞ്ഞ വിജയലക്ഷ്മിയുടെ കാതിൽ? ദാസേട്ടൻ നീ നല്ല ഒരു പാട്ടുകാരിയാവും, അങ്ങനെ ജഗതി ഈശ്വരനെ മുറുകെ പിടിച്ചോളുക, നീ നല്ല വിജയത്തിലെത്തും, വളരെ നന്നായി വരും എന്നൊക്കെ ഇങ്ങനെ. ആ പടം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ദാസേട്ടൻ കൊച്ചു വിജയലക്ഷ്മിയെ ചേർത്ത് നിർത്തുന്നൊരു പടം ഉണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ദാസേട്ടൻ അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ നന്നായിട്ട് അനുകരിക്കുന്നുണ്ടല്ലോ, വശമുണ്ടല്ലോ. ചെറുതായിട്ട് അതുകൊണ്ട്. വേറെ ആരൊക്കെ അനുകരിക്കും? ദാസേട്ടൻ, ജയേന്ദ്രൻ സാർ. ജയേന്ദ്രൻ സാറിനെ അനുകരിച്ച് നോക്കട്ടെ. അയ്യോ, സാറ് ആദ്യം എന്നെ പാടാൻ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ? വിജയലക്ഷ്മി, ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അത്ഭുതം? അപ്പം ഞാൻ ചോദിച്ചേ, അത്ഭുതം എന്തുവാ സാറേ, ഒന്ന് ചിന്തിക്ക്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ, സാറ് ഫാമിലിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുവാണോ? അല്ല. പിന്നെന്തുവാ? വിജയലക്ഷ്മി സിനിമയിൽ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു. എം ജയേന്ദ്രൻ. ആ ഒരു വിളി ദേവലോകത്തുനിന്നുള്ളൊരു വിളിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും കേട്ടോ. അയ്യോ, സ്വർഗത്തിൽ നിന്നുള്ള വിളിയായിരുന്നു. ദാസേട്ടൻ്റെ ശിഷ്യത്വം, ദാസേട്ടൻ ശിഷ്യയാക്കിയ അതേ സന്തോഷം അതെ എം ജയേന്ദ്രൻ സിനിമയിൽ പാട്ട് പാടാൻ വിളിച്ചപ്പോൾ വിജയലക്ഷ്മിക്ക് ഉണ്ടായി. എന്തായാലും നോക്കട്ടെ, ഈ ശബ്ദം ശരിയാണോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ശബ്ദം കൊണ്ടുവരട്ടെ. പലപ്പോഴും പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ശിഷ്യപ്പെടാൻ സാധിക്കുമോ, പഠിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു ഗുരുവാവത്തക്ക രീതിയിലുള്ളൊരു അർഹതയിലേക്ക് ഞാൻ വന്നിട്ടില്ല. പക്ഷേ വിജിയെ സംബന്ധിച്ചിടത്തോളം വിജി എൻ്റെ ശിഷ്യയാണോ, എൻ്റെ അനിയത്തിയാണോ, മകളാണോ, ഇതെല്ലാം കൂടിയതാണോ? എനിക്ക് വിജിയോടുള്ള സ്നേഹത്തിന് വാക്കുകൾക്ക് അപ്പുറമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിജി ഫോണിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. കുറേ കൃതികൾ വിജിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിജി അത് അസലായിട്ട് ഒരു കൃതി ഒരു അരമണിക്കൂർ കൊണ്ട് പാടി പഠിച്ച് തിരിച്ച് പാടി കേൾപ്പിക്കും. അപ്പോൾ വിജി എന്നോട് ചോദിച്ചു, എന്താണ് ദക്ഷിണ വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, 1,55,65,750 രൂപ 95 പൈസ എനിക്ക് ഈ ദക്ഷിണയായിട്ട് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ അടുത്ത പ്രാവശ്യം തന്നെ എത്തിക്കുക, പക്ഷേ ഇതുവരെ എത്തിച്ചിട്ടില്ല. എപ്പോഴാണ് വിജി എനിക്ക് ഇത് എത്തിക്കാൻ പോകുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഉടനെ വീട്ടിലെത്തിക്കുന്നതായി. എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്താൽ മതി, യഥാർത്ഥത്തിൽ അടുത്ത പ്രാവശ്യം ഇനി എം ജയേന്ദ്രൻ ചോദിക്കാൻ പറഞ്ഞാൽ മതി. ആ 1 കോടിയുടെ കടം തീർക്കാൻ വേണ്ടി 1,50,66,32.35 പൈസ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് 10 പാട്ട് പാടിപ്പിച്ചിട്ട് അതിൻ്റെ റെമ്യൂണറേഷൻ എടുത്ത് തീർത്തോളാൻ പറയുക. ശരി, ആയിക്കോട്ടെ. സമ്മതിച്ചോ? സമ്മതിച്ചേ. ഇതുപോലെ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. പറഞ്ഞേക്കാവേ. എം ജയചന്ദ്രൻ വൈക്കം വിജയലക്ഷ്മിയെ മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു ഗായികയാക്കി മാറ്റി. അതെ. ഒരു പക്ഷേ വിജയലക്ഷ്മിക്ക് 2 കണ്ണ് അല്ല, ഒരു 3-4 കണ്ണുകൾ സംഗീതത്തിൻ്റെ ഉണ്ട് എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. ആ പാട്ടിപ്പോഴും ഇങ്ങനെ അലയൊലി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയലക്ഷ്മിയെ സംഗീത കേരളം നെഞ്ചിലേക്ക് ആനയിച്ചു. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഒറ്റ ഗാനം കൊണ്ട് പിന്നണി ഗാനാലാപനത്തിൻ്റെ സമസ്ത തലങ്ങളും വിജയലക്ഷ്മി ചവിട്ടിക്കയറിയെന്ന് പോലും ആൾക്കാർ പറഞ്ഞു. അത്രത്തോളം ജനഹൃദയങ്ങളെ സ്വാധീനിച്ചൊരു പാട്ട്. ഒന്ന്, ആ പാട്ടിൻ്റെ പ്രത്യേകത. 2, വിജയലക്ഷ്മിയുടെ ആലാപന ശൈലി.
അതുപോലെ തന്നെ ശബ്ദം, ഗംഭീര ശബ്ദമാണ്. ആ താങ്ക് യു. ഇനി ആരാ വരേണ്ടതെന്ന് നോക്കാം. കാറ്റയുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ ജയചന്ദ്രൻ കൊണ്ടുപോയി ഒന്ന് കേൾപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ വോയിസ് അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു വല്ലാത്ത ഒരു എന്തോ സംതിങ്, എന്തോ ഒരു എല്ലാവരും, ഇപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആവാന്ന് പറയില്ല, അതാണ് ഒറ്റ ഫസ്റ്റ് കാറ്റേ എന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് ഒരു വലിയ എന്താ പറയുക വസന്തം തന്നെയായിരുന്നു മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായ കമൽ തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിയത്. അംഗീകാരത്തിൻ്റെ വേറൊരു പൂച്ചെണ്ട് കൂടിയാണിത്. ആ പാട്ട് കൊണ്ട് വൈക്കം വിജയലക്ഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മലയാളി എവിടെയുണ്ടോ, ഏത് വിദൂരദേശത്തുണ്ടോ അവിടെയൊക്കെ പ്രിയങ്കരിയായി മാറി. വിജയലക്ഷ്മിക്ക് ആരോടാണ് കടപ്പാട് തോന്നിയത് ആ സമയത്ത്? പ്രധാനമായിട്ട് സർവേശ്വരനോടും അച്ഛനും അമ്മയോടും ഗുരുക്കന്മാരോടും ജയേന്ദ്ര സാറ്, കമൽ സാറ്, ഔസേപ്പിച്ച സാർ, എല്ലാവരോടും എല്ലാവരോടും നന്ദിയുണ്ട് വിജയലക്ഷ്മിക്ക്. ശ്രീറാമുണ്ട്. അതെ, ശ്രീരാമേട്ടനും നന്ദിയുണ്ട്. ശ്രീരാമേട്ടൻ നമുക്ക് വിടാൻ പറ്റില്ല. അതെ, നമുക്ക് വിടാൻ, നമ്മൾ ഒരു പ്രസ്ഥാനമല്ലേ, വിട്ടിട്ടൊരു കളിയില്ല. ഇല്ല, വരട്ടെ എന്നാലും ശ്രീരാമേട്ടൻ വരട്ടെ. ഹായ് വിജയലക്ഷ്മി, എന്തുവാന്നേ? വിജയലക്ഷ്മിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, വിജയലക്ഷ്മിയുടെ വിജയ മന്ത്രം എന്താണ്? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ആ മന്ത്രമൊക്കെ ഇവരെടുത്തുകൊണ്ട് പോകും കേട്ടോ. അയ്യോ, അത് എന്താന്ന് വെച്ചാൽ കഠിനമായ തപസ്യ, സംഗീതത്തോടുള്ള കഠിനമായ ആത്മാർത്ഥമായ തപസ്യ, പിന്നെ ദൈവാനുഗ്രഹം, ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ അച്ഛനും അമ്മയും. സംഗീതത്തോട് അഗാധമായിട്ടുള്ള പ്രണയമാണ്. അതെ, ആദ്യകാലങ്ങളിൽ തമിഴ് ഇളയരാജയും MSVയും ഇവരുടെയൊക്കെ എല്ലാ പാട്ടുകളും വിജയലക്ഷ്മി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അതെ, പാടുമായിരുന്നു. ഇളയരാജ സാറിൻ്റെ, ഒരുപക്ഷെ ഇളയരാജ സാറിനെ പോലൊരാളുടെ എന്താ പറയുക, ബഹുമാനാർത്ഥം വേണമെങ്കിൽ വിജയ്ക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടാവുന്നതാണ്. ഇളയരാജ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, വിജയ്ക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ആഗ്രഹിക്കുന്നത് ഇളയരാജ സാർ. ഒരുമാതിരിപ്പെട്ട എല്ലാ സംഗീതജ്ഞന്മാരുടെയും പാട്ടുകൾ വിജയലക്ഷ്മി പാടിക്കൊണ്ടേയിരുന്നു. ഈ പാട്ട് തനിക്ക് വഴങ്ങുമെന്നും ഈ പാട്ടിൻ ലോകത്ത് താൻ പിച്ച വെച്ച് കയറുമെന്നും എന്നാണ് വിജയലക്ഷ്മിക്ക് തോന്നിയത്? അത് ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷമാണ് തോന്നി തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല? ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ചെറുതല്ലേ, ദാസേട്ടൻ്റെ ഗുരുദക്ഷിണ അന്നും ചെറുതാണ്, ചെറിയൊരു പീക്കിരി കുട്ടി, 7 വയസ്സാ 6.5 വയസ്സാ. അതെ, അത് കഴിഞ്ഞപ്പോഴാണ്, ഒരു ശക്തി കിട്ടിയപ്പോഴാണ്. ആ ഗുരുദക്ഷിണ വെച്ചപ്പോഴും വിജയലക്ഷ്മിക്ക് പ്രായമായി അല്ലേ? അപ്പോഴാണ് പ്രായമായത്. വരട്ടെ ഒരാള്. ഹായ് വിജി, പരിചയമുണ്ടോ ഈ ശബ്ദം? കുഞ്ഞുനാളിൽ വിജി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നത്, എൻ്റെ മടിയിലിരുന്ന് എൻ്റെ മുഖവും കയ്യുമൊക്കെ പിടിച്ച് മുഖത്ത് തലോടി പാട്ട് പഠിക്കാൻ വന്നത് ആ കാലം. ഇപ്പോൾ വിജി ഒരു വലിയ പ്രശസ്തയായ പിന്നണി ഗായികയായി ഇരിക്കല്ലേ. ഈ മാറ്റം വിജി എങ്ങനെ ഉൾക്കൊള്ളുന്നു? നമ്മുടെ തുളസി ടീച്ചറല്ലേ എൻ്റെ ആദ്യ ഗുരുവാണ്. ഈ മാറ്റം എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു, വളരെ പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. തുളസി ടീച്ചർ എടുത്ത് മടിയിൽ വെച്ച് തലോലിച്ചിട്ടാണ് പാട്ട് പഠിപ്പിച്ചിരുന്നത്. അതെ, ആ ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. എന്നെ താളം ഇട്ട് പാടാൻ പഠിപ്പിച്ചതൊക്കെ ടീച്ചറാണ്. താളം എല്ലാം കയ്യിൽ പിടിച്ച് താളം ഇടിച്ചു, ആദിതാളം രൂപകതാളം എല്ലാം പഠിപ്പിച്ചു. ഒന്നും മറക്കാൻ പറ്റൂല ടീച്ചറെ മടിയിരുന്ന് പാടുന്നത്. ടീച്ചർ എനിക്ക് പഞ്ഞപ്പുല്ല് ഇതൊക്കെ കുറുക്കി തരും. അതുകൊണ്ട് എന്തൊക്കെ തരും, സംഗീതത്തിനൊപ്പം. അതുകൊണ്ട് വൈക്കം വിജയലക്ഷ്മി ചൂടുറപ്പിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു ചോദ്യം, ഒരുപക്ഷെ വിജയലക്ഷ്മിയെ ശ്രദ്ധേയമാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേക്കുള്ള കാഴ്ചയില്ലായ്മയാണ്, പക്ഷെ അകത്ത് നല്ല കാഴ്ചയാണ്. പക്ഷെ കാഴ്ചയില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ഒരു പ്രശസ്തിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമാകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സാധാരണ കുട്ടിയായിരിക്കുമ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ പെരുമാറുകയും ചെയ്യുമ്പോൾ
ഏതൊരു കുട്ടിക്കും മനസ്സിൽ വേണേൽ വിഷമം ഉണ്ടായേക്കാം. ആ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് വിജയലക്ഷ്മി ഇത് ബാധിച്ചത്? ആദ്യകാലത്ത് ഭയങ്കര വിഷമമായിരുന്നു. വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ഓടിക്കളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛനും അമ്മയും സമാധാനിപ്പിച്ചു. അതൊക്കെ ദൈവം എൻ്റെ സമയത്ത് കാണിച്ചു തരും, അപ്പോൾ നമുക്ക് ഓടിക്കളിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു കഴിവ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവരും, അച്ഛനും അമ്മയും മാത്രം എല്ലാവരും പറയും, സമാധാനിപ്പിക്കും. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് വിജയലക്ഷ്മി എന്ന് വിജയലക്ഷ്മിക്ക് ബോധ്യമായതെപ്പോഴാണ്? അതെനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നും. അല്ല, ആദ്യകാലത്ത് തുടക്കത്തിൽ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ വിജയലക്ഷ്മി മനസ്സിലായി മറ്റു കുട്ടികളെ പോലെ അല്ല ഞാനെന്ന്. ആ അതെ അല്ലേ? ഞാൻ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ വീണ്ടും വരട്ടെ, വേണേലേ വരട്ടെ. അതെ. അച്ഛന് വിജയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സംഗീതത്തിൽ ഒരു ലെവലിൽ വളർന്നു, ധാരാളം അവാർഡുകളായി, ധാരാളം ആരാധകരുണ്ട്, ഒരു നിലയും വിലയും എല്ലാം ആയി. എന്നാലും കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളൊരു വിഷമം നിനക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും എന്ത് സാധനം മേടിച്ചാലും എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനൊരു അമ്മേനെയൊക്കെ കാണിക്കുമോ, വിമല ചേച്ചി ഞാനൊരു സാരി മേടിച്ചു, ഞാനൊരു ഉടുപ്പ് മേടിച്ചു, അല്ലെ വളം മേടിച്ചു, കമ്മൽ മേടിച്ചു, ഇങ്ങനെയുള്ള സാധനങ്ങൾ അമ്മയും ബാക്കി എല്ലാവരും അച്ഛനെയൊക്കെ കാണിക്കും. എന്നെ മാത്രം കാണിക്കാതിരുന്നാൽ എനിക്ക് തോന്നും കേട്ടോ, എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും അമ്മായിയൊക്കെ എന്ത് മേടിച്ചാലും എന്നെയും കൂടെ കാണിക്കും. അപ്പോൾ എനിക്കത് മാറും. അപ്പോൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവരെന്ത് മേടിച്ചാലും വിജയലക്ഷ്മിയെ കാണിക്കും. അതെ, എന്ത് മേടിച്ചാലും അച്ഛനും അമ്മയും അമ്മായി ആയാലും അറിയാവുന്നവരെല്ലാവരും. വിജയ്ക്ക് ആ ഒരു വിഷമം അങ്ങ് മാറി ഇപ്പോൾ. ആ പക്ഷേ ഇവരൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് താനും. അതെ, അപ്പോൾ തൊട്ട് കാണിച്ചു തരും, ഇന്നതാണ് ഇന്ന സാധനം. ഇപ്പോൾ വിജയലക്ഷ്മിയുടെ കയ്യിൽ നല്ല മോതിരമുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഡിസൈനിലുള്ള വളകളുണ്ട്, മാലയുണ്ട്, നല്ല ലോക്കറ്റുണ്ട്, പളുങ്കുമാലയുണ്ട്. അങ്ങനെ ഒരു സുന്ദരി കുട്ടിയായിട്ടാണ് വിജയലക്ഷ്മി ഇരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? അത് ഉണ്ട്, എന്നാലും അത് സാരമില്ല. സാരമില്ല. അതൊക്കെ ഇപ്പോഴത്തെ വിജയത്തിന്റെ മുമ്പിൽ എന്താണ്? ഒന്നുമല്ല, അതൊന്നും ഒരു വിഷയമല്ല. ഒരാളും കൂടി വരട്ടെ. ഇത്രയും കാലത്തെ ഈ സംഗീത യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും വിജയലക്ഷ്മിക്ക് ഈ കാഴ്ചശക്തി ഒരു പോരായ്മയായി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? യവനിക സാറല്ലേ? അത് ശരി, ഇപ്പോഴാണ് പിടികിട്ടിയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. അതെ, ഞാൻ വിജയലക്ഷ്മി എപ്പോഴും ആൾക്കാരെ ചിരിച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും വിജയലക്ഷ്മി കരഞ്ഞിട്ടും ഉണ്ടാകും. യവനിക സാറ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിന്നൊക്കെ ഇടയിലും എപ്പോഴെങ്കിലും ഒരു ഏകാന്തതയിൽ അല്ലെങ്കിൽ ഒന്ന് തനിച്ചാകുമ്പോൾ എനിക്ക് കണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ, കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്? പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഇതാണല്ലോ, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറേ നാളെല്ലാം കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് കാഴ്ചശക്തി പോവുകയാണെങ്കിൽ ഒന്നുകൂടി വിഷമമായിരിക്കും. ഇതിപ്പോൾ ഞാനൊന്നും കാണാത്തത് കാരണം എനിക്ക് അത്രയും വിഷമം ഇല്ല, ഉണ്ട് എന്നാലും അത്രയും ഇല്ല. പക്ഷേ ചിലപ്പം ഇപ്പോൾ അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് അറിയാം, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടെങ്കിലും പോകുമൊന്നുമില്ല. ഇപ്പം ഓരോ വീടുകളിലൊക്കെ പോകുമ്പോഴേ വീടും പറമ്പ് സ്ഥലമൊക്കെ ചുറ്റിക്കാണാമെന്നും പറഞ്ഞ് എന്നാലും കഴിയുന്നതും എന്നെ കൊണ്ടുപോകും. അപ്പോൾ അഥവാ ഇവിടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് ഇവിടെ വീടും പറമ്പ് ഇതുപോലെ ഒന്നും ചുറ്റിക്കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്ന പറയാം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിഷമം തീർക്കുന്നത്. അച്ഛനും അമ്മയിലൂടെയാണ് ഈ കാഴ്ചയില്ല എന്നുള്ള വിഷമം നികന്നു പോകുന്നത്. അച്ഛനും അമ്മയും എന്നും കൂടെയുണ്ട്, അതുകൊണ്ട് എപ്പോഴും ഏത് യാത്രയിലും ഉണ്ട്. എൻ്റെ കണ്ണായിട്ട് തന്നെ കൂടെയുണ്ട്. ഇടത് കണ്ണായിട്ട് അച്ഛനും വലത് കണ്ണായിട്ട് അമ്മയും ഉണ്ട്. സംഗീതം ഒരു മൂന്നാം കണ്ണായിട്ട് വിജയലക്ഷ്മിക്കുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത കാഴ്ചശക്തി വിജയലക്ഷ്മി കിട്ടിയിരിക്കുകയാണ്. രണ്ടുപേരുടെ കണ്ണുകൾ, 4 കണ്ണുകളും സംഗീതത്തിൻ്റെ കണ്ണുകളുമുണ്ട്. ഒരാളും കൂടെ വരട്ടെ. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നന്നായിട്ട് പാടുമായിരുന്നു. എന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ പാടും. അതിനൊരു കഴിവുണ്ട് ആ കുട്ടിക്ക്, സ്വതവേയുള്ള കഴിവ്. നല്ല സ്റ്റാൻഡേർഡിൽ പാടാൻ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാൻഡേർഡ് കൂടി തന്നെ മനോധർമ്മ, സ്വരം, രാഗം ഒക്കെ പാടാനുള്ള കഴിവുണ്ട് ആ കുട്ടിക്ക്. ഒക്കെ പാടി കച്ചേരി പാടാൻ ഉള്ള
കഴിവ് ഉണ്ടായി. ഈ ശബ്ദം ഓർമ്മിക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ഗുരു മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ഇപ്പോഴും ഞാൻ ടീച്ചറുടെ അടുത്ത് തന്നെ പഠിക്കുന്നുണ്ട്. ടീച്ചർ നെടുമങ്ങാട് ശിവാനന്ദ സാറ്, സുബ്രഹ്മണ്യ സാറ്, മാവേലിക്കര പി സുബ്രഹ്മണ്യ സാറ്, ഗുരുക്കന്മാർ ഒത്തിരിയുണ്ട്. ശരി, വരട്ടെ. അദ്ദേഹം കൂടി ഇപ്പോൾ പരാമർശിച്ച ആൾ. കുട്ടിക്കാലം തൊട്ടേ ഉള്ള പരിചയമാണല്ലോ നമ്മൾ തമ്മിൽ. പഠിക്കുന്ന കാലം തൊട്ടേ മോളുടെ കഴിവ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനമാണ് ഉള്ളിൽ തോന്നിയത്. ഞാൻ തുറന്നു പറയുകയാണ്, അതൊരു ദൈവാംശം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ദൈവാംശമുള്ള ഒരു വ്യക്തിക്ക് ഇപ്രകാരം വളരെയധികം എക്സ്പീരിയൻസ് ആവശ്യമായ ഒരു കലയിൽ കുട്ടിക്കാലം തൊട്ടേ അസൂയാവഹമായ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, മോളൊരു വാഗ്ഗേയകാരി കൂടിയാണ്. വർണ്ണങ്ങളും കീർത്തനങ്ങളും ഒക്കെ രചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ അതൊന്ന് അവതരിപ്പിക്കണം എന്നുകൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. ശരി വിജയലക്ഷ്മി. വിജയലക്ഷ്മിയുടെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കാണുന്നത് പാട്ടിനോടൊപ്പം എന്നുള്ള ചിരിയാണ്. ലോകത്തെ നന്നായിട്ട് ആസ്വദിക്കുന്നത് പോലെയാണ്. ഒരു വിഷമവും മുഖത്ത് ആരും വിജയലക്ഷ്മി കാണില്ല. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടോ? ചെറുത് ഇപ്പം അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാനും സ്വയം സന്തോഷിക്കാനുമാണ് വിജയലക്ഷ്മിക്ക് ഇഷ്ടം. അതെ. കരയുന്ന വിജയലക്ഷ്മി അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അല്ല അല്ല. അതെ, അത് വഴക്ക് പറയും. എന്തിനാ ഉമ്മ കരയണ, അമ്മ വിജിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കും. അമ്മ ചോദിക്കും. ചുമ്മാ കാര്യം ആരും എന്തെങ്കിലും പറഞ്ഞിട്ട് കരയാനായിട്ട് വിജിക്ക് വേറെ ഒരു പണിയില്ല എന്നൊക്കെ ചോദിക്കും. അച്ഛനും ചോദിക്കും. ചുമ്മാരിക്കാൻ പറയും. നല്ല പാട്ടും കേട്ടോണ്ട് ജീവിക്കും. സങ്കടം വരുമ്പോൾ പാട്ടങ്ങ് വെക്കും. അതിനല്ല. അപ്പം ആരെങ്കിലും തമാശന് വഴക്കിടാൻ വന്നാലും ഇപ്പം ചില എരിവിരി കയറ്റാനൊക്കെ വരില്ല. അതൊക്കെ എനിക്കെന്തോ ഭയങ്കര വിഷമം. അപ്പം ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കും. ആരാ സ്ഥിരമായിട്ട് പിരികേറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാർ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പം ആരും ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും ആരും അങ്ങനെ പിരികേറ്റാൻ വേണ്ടി ഒരു ധൈര്യം ഉണ്ടാവില്ല. ആരാ വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ആരാണ്? ചെറിയ ആളൊന്നല്ല. അതെ, ഇപ്പം എല്ലാവരും സ്നേഹം. പിന്നെ ഒരു ശ്രീജ അമ്മായി ഉണ്ട് വീട്ടിനടുത്തുള്ള ശ്രീജ. ഞാൻ കുഞ്ഞത്തേന്നാണ് വിളിക്കുന്നത്. അയ്യോ കുഞ്ഞത്തെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ഞങ്ങൾ വലിയ കൂട്ടം. എന്താ ശ്രീജത്തേക്കുള്ള പ്രത്യേകത? എന്താ പ്രത്യേകത? കുഞ്ഞത്തെ ഇങ്ങനെ ലാളിച്ചോണ്ടിരിക്കും. ലാളിച്ചോണ്ടിരിക്കും. അപ്പം നല്ല രസമാണ്. പാട്ട് പാടിക്കുമോ? പാട്ട് പാടിക്കും. അപ്പോൾ അതൊക്കെ വലിയ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ കാറ്റേ കാറ്റേ, ഇതെല്ലാം കുഞ്ഞത്തേക്ക് എന്ത് ഇഷ്ടമാണ്. എന്നെ വിളിക്കണ കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ സങ്കടം. ഫോൺ ചെയ്യണം. അങ്ങനെയൊക്കെ. ടെലിഫോണാണ് ഇന്ന് വിജയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ആശ്രയം അല്ലേ? അതെ അതെ. പാട്ട് പഠിത്തം പോലും ടെലിഫോണിലൂടെയാണ്. ഫോണിൽ കൂടെയാണ്. ചില ആൾക്കാരോട് പാട്ടൊക്കെ പാടാൻ ആവശ്യപ്പെട്ട ആൾക്കാർ വിളിക്കാറുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. കാറ്റേ കാറ്റേ എന്ന് പാടാവും. അപ്പോൾ യാത്രക്കിടയിലായിരിക്കും. അപ്പോഴും പാടും. പറ്റുമ്പോഴൊക്കെ ഒരു മടിയില്ലാതെ പാടിക്കൊടുക്കും. അതെ, ഒരു മടിയില്ല. പറ്റും. ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ പല ആൾക്കാരും വിജയലക്ഷ്മി വിളിക്കാറുണ്ട്. ഉണ്ട്. അപ്പോൾ കഴിയുന്നത് ഞാൻ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതിന് നമ്മൾ നാണം വിചാരിക്കാൻ പാടില്ല. അതാണ്. ബസ്സിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കല്ലോ, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ? അപ്പോഴും പാടും. അപ്പോഴും പാടും. വണ്ടി നിർത്തിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് നിർത്തിയൊക്കെ തരും കേട്ടോ. നമ്മുടെ വണ്ടി ചേട്ടൻ സന്ദീപ് എന്നാണ് ചേട്ടൻ്റെ. അത് സന്ദീപ് ചേട്ടനാണ്. ചേട്ടൻ അടിപൊളി ചേട്ടാ. ചേട്ടൻ നിർത്തി തരും. വണ്ടി നിർത്താൻ പറയും സന്ദീപ് ചേട്ടനോട്. ചേട്ടാ ഒന്ന് നിർത്താമോ എന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് ആരെ വിളിക്കുന്ന ഒരു പാട്ട് പാടാനായിരുന്നു, നിർത്താമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഉടനെ നിർത്തി തരും. അടിപൊളിയാണ്. വിജയലക്ഷ്മി ഇത് പറഞ്ഞ സ്ഥിതിക്ക് എന്താ സംഭവിക്കുന്നത്? ഈ അഭിമുഖം കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ നീ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കും. അയ്യോ, അത് കാര്യമില്ല, സന്തോഷമല്ലേ? സന്തോഷമുള്ളൂ. അതെ, അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വൈക്കം വിജയലക്ഷ്മി മലയാളത്തിൻ്റെ ഒരുപാട് സൗഭാഗ്യമായിട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. നമ്മുടെ ദക്ഷിണമൂർത്തി സ്വാമികളുടെ അടുത്ത് പോയിട്ടുണ്ട്. സ്വാമികൾ 3 പ്രാവശ്യം അനുഗ്രഹിച്ചു. സ്വാമികളുടെ മുമ്പിൽ നിറഞ്ഞു നിന്ന് പാടി ഗായത്രി വീണ വായിച്ചു. അപ്പോഴൊക്കെ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്, അതാണ് സ്വാമി പറഞ്ഞത്. സ്വാമിയുടെ മുമ്പിൽ പാടിയ 2 പാട്ടുണ്ട്, നല്ല പാട്ടുകൾ. ഒരാൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പിൻവാങ്ങാനെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. വിജയലക്ഷ്മിയുടെ ചിരി കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് എപ്പോഴും. എന്താ പറയുക, നമ്മൾ അടുത്ത് വരുമ്പോൾ കമൽ സാറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരവുണ്ട്.
വല്ലാത്ത സ്വയം ഒരു മകളെപ്പോലുള്ള ഒരു വാത്സല്യവും സ്നേഹം തന്നെയാണ് എനിക്ക് വിജയലക്ഷ്മിയോട് ഉള്ളത്. സംഗീത രംഗത്ത് സത്യത്തിൽ വിജയലക്ഷ്മി ഒരു വിസ്മയം തന്നെയാണ്. പാട്ട് പാടുന്ന ആ രീതിയായാലും ശരി, ശബ്ദത്തിൻ്റെ പ്രത്യേകതയായാലും ശരി, എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു വിസ്മയം മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് പോലും അത്ഭുതമാണ് നമുക്ക്. വിജയലക്ഷ്മി, ചെറിയ കാര്യങ്ങളൊന്നുമല്ല കമൽ സാറ് പറയണത്. ഒരു മലയാള സിനിമയിലെ വിസ്മയമാണെന്നും ഇതുപോലുള്ള വിസ്മയങ്ങളിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ട് എന്ത് വേണം? അതുപോലെ വിജയലക്ഷ്മിയുടെ ചിരിക്കുന്ന മുഖമാണ് ഇപ്പോഴും കമലിൻ്റെ മനസ്സിലുള്ളത്. വിജയലക്ഷ്മിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെയും സംഗീതം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ ഗായത്രി വീണ തന്നെ ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ അച്ഛനും കൂടി ഉണ്ടാക്കിയതാണ് അല്ലേ? അച്ഛനാണ് നിർമ്മിച്ചത്, ഒറ്റ കമ്പിയിൽ അച്ഛനാണ് നിർമ്മിച്ചത്. അത് തന്നെ ഒരു അത്ഭുതമാണ്. അവിടെ തന്നെ ഗിന്നസ് ബുക്കിലേക്ക് സ്ഥാനം ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നോക്കാരാന്ന് ഹവായിയൻ ഗിറ്റാർ അല്ലെങ്കിൽ ഗോട്ടു വാദ്യം എന്നൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഇതൊരു പുതിയ സാധനമാണ്. ഇതെങ്ങനെയുണ്ടായി? വിജയലക്ഷ്മി ഇതിലേക്ക് എങ്ങനെ പ്രവേശിച്ചു? നമ്മുടെ ജെറി സാറാണ്, ജെറി അമൽദേവ്. ഒരുപാട് പ്രശസ്തരായ വ്യക്തികളാണ് വിജയലക്ഷ്മിക്ക് വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു പോകുന്നത്. അതെ, ഇതൊരു ഭാഗ്യമല്ലേ. അത് എൻ്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴേ ഒരു കളിവീണയിൽ കൂടി തുടങ്ങിയതാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കളിവീണ നിർമ്മിച്ചു ഒറ്റ കമ്പിയിൽ. ഞാൻ അതിൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് സപ്തസ്വരങ്ങൾ മുതൽ എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 1997 കുമ്മനം ശശികുമാർ സാർ, അതെനിക്ക് സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഗായത്രി എന്നാണ്. അപ്പോൾ എല്ലാ വർഷവും മത്സരാർത്ഥികൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ എനിക്ക് ആ വർഷം സമ്മാനം ലഭിച്ചു, അങ്ങനെ ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അത് അച്ഛനാണ് ഒരു കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിന് പേര് നൽകിയത് പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ ഭാഗവതർ സാറിനാണ്. സാറിന് ഞാൻ ഗുരുദക്ഷിണ സമർപ്പിച്ചു. സാറ് ഗായത്രി തമ്പുരു സമ്മാനം ലഭിച്ചതുകൊണ്ട് ഗായത്രി വീണ എന്ന് പേര് നൽകി. ഇതാണ് കാര്യം. വിജയലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരാൾക്ക് വീണ്ടും വരണമെന്നൊരു ആഗ്രഹം. നോക്കാതാരായിരിക്കും. സംഗീതം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് പാടാൻ കഴിയും. ശ്രമിച്ചാൽ എല്ലാവർക്കും നല്ല നിലയിലെത്താൻ പറ്റും. പക്ഷേ ഒറ്റക്കമ്പി വീണയിലുള്ള ആ ഒരു കഴിവ് അത് ദേവി തന്നെയാണ്. സാക്ഷാൽ ദേവി ആ കൈവിരലുകളിൽ ഓടിച്ച് അത് വിജയെക്കൊണ്ട് ചെയ്യിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എനിക്കത് അത് പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ ഗിരിജാമ്പൂര് മൊത്തം കരച്ചിലുകാരിയാണ്. അതെ, നമ്മളെയൊക്കെ ബാക്കിയത് ആണോ? ആ, നമ്മളെയൊക്കെ ബാക്കി. ഗിരിജാമ്പ ആകെ സെന്റിമെന്റലാക്കാനുള്ള ഒരു പരിപാടി കേട്ടോ. അതെ, ഇത് കേട്ടിട്ട് വിജയലക്ഷ്മിക്കൊന്നും കരച്ചിൽ വരുന്നില്ലേ? ഉണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ കാര്യപ്പിക്കുന്നത്? പോവും ഞാൻ. എനിക്കും വിഷമം തോന്നുന്നുണ്ട്. ഇത് ചെയ്യൂല്ലേ? ഗിരിജാമ്പേനെ ഒന്നും മിമിക്രി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല. തിരിച്ചെല്ലുമ്പോൾ ചുട്ടപ്പെട കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ല, ഞാൻ അത്രയും ആയിട്ടില്ല, അത്ര എനിക്ക് വന്നില്ല, അതുകൊണ്ടല്ല. ജോൺസൺ മാഷയുടെ നല്ലൊരു പാട്ടുണ്ട്, ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അതെ, വിജയലക്ഷ്മിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടിയാണ്. അതെ. ആ പാട്ട് വിജയലക്ഷ്മിയെ കൊണ്ട് പാടിക്കണം എന്നൊരാളിനോട് പറഞ്ഞു, വിജയലക്ഷ്മിയുടെ ഒരു സുഹൃത്ത്. വിജയലക്ഷ്മി പാടി കേട്ടിട്ടുണ്ടാവും. ഗായത്രി വീണയിലെ വായിച്ചിരിക്കുന്നത്, പാടിയിട്ടില്ല. ദേവാങ്കണങ്ങൾ ഗായത്രി വീണയിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണ് ജോൺസൺ മാഷ് ചിട്ടപ്പെടുത്തിയ ഈ ഗാനം. ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഹാരമാണ്.